അങ്ങനെയല്ല, കഥ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കണ്ട് എന്തോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പരിചയപ്പെട്ടത്. നമ്മൾ പൊന്മുടി വരെ പോവുകയാണ്. പഞ്ചറാണോന്ന് ഡൗട്ടൊന്നും. ഇവിടെ ഭയങ്കര ബ്ലോക്ക്. നമ്മൾ ഒരു കളർ തീം കിട്ടാൻ വേണ്ടിട്ട് വെള്ളയും മഞ്ഞയും ആണ് എടുത്തേക്കുന്നത്. നമ്മളെ ഫസ്റ്റത്തെ ലോങ് ഡ്രൈവ് ആണോ? 2 വീലറിൽ ഫസ്റ്റ് അല്ലേ? അല്ല, ചെറിയ ഒരു മിനി ലോങ്. രണ്ടു വാക്കൊന്നുമില്ല, അത് പോയിട്ട് കാണിച്ചു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പൊന്മുടിയിൽ പോവുകയാണ്. ആദ്യമായിട്ടല്ല, ഞാൻ ഇവിടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ്. നമ്മൾ ഒരുമിച്ച് പിന്നെ അവിടെ വെച്ച് അൺഎക്സ്പെക്ടഡ്ലി കണ്ടിട്ടുണ്ട്, പക്ഷെ അല്ലാതെ പോയിട്ടില്ല. മുഖത്തൊക്കെ മഞ്ഞ് കയറി. എന്റെ മീശ വെള്ളം തോന്നിച്ചത്. എന്തോന്ന് സെറ്റ് ഷർട്ടൊക്കെ ഇട്ടുണ്ട് ഒരാളെ കഴിഞ്ഞ്. എന്തോന്ന് കാലം മഴ ഉണ്ട്. ഇവന് വയ്യ, ഉടുപ്പൂരിട്ടോണ്ട് കിടക്കണം. ഇപ്പൊ തണുത്തോണ്ട് ഓടാം. വെള്ളം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വ്ളോഗ്. നമ്മളിന്ന് എവിടെ വന്നു? പൊന്മുടി. ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കര തണുപ്പ്. അല്ല, മഞ്ഞ്. ഗൈസ്, ഇവിടെ പറഞ്ഞ ഒരു ഗൂഗിൾ പേയിൽ മാത്രമല്ല, കയ്യിൽ പൈസ എടുത്ത് വെച്ചു. അല്ലേ, താഴെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എൻ്റെ ക്ലിപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇതുവരെ ഇത്രയും ഒരു ക്ലൈമറ്റിൽ വന്നിട്ടില്ല. കാറിൽ വന്നാൽ പെട്ടുപോകും. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഇവർക്കൊക്കെ ഇനി വീട്ടിൽ പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കൊള്ളാമല്ലോ, ഒരു വേറെ വൈബ്. അതാ ബസ്. ഇവിടെ നല്ല മൃദു ഗാനമേള നമ്മളിവിടെ കേൾക്കാനിടയായി. നല്ലൊരു ഫോട്ടോ എടുക്കും. നല്ല ഫോട്ടോ. അവിടെ നില്ലേ, നല്ല ചന്തല്ലേ. ഞാൻ തോന്നിയേ നിന്റെ കൺഫീല് കാണി. ഇവിടുത്തെ തണുപ്പിന്റെ ഒരു ഇത് കണ്ട, കണ്ണിലൊക്കെ ഇങ്ങനെ വന്ന് ഒന്ന് നടന്നിട്ട് നമുക്ക് സത്യം പറഞ്ഞ ഞാൻ ഇപ്പൊ ഒരു കഥ പറഞ്ഞുതരാമേ. നമ്മൾ ആദ്യം കാണുന്ന ടൈമിൽ ഒരു ദിവസം ഇവള് കഥ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കണ്ട് എന്തോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പം ആദ്യം കണ്ട് ഞാൻ പോയി. പിന്നെ നെക്സ്റ്റ് ഡേ എനിക്ക് കോളേജിൽ ഒരു ടൂർ, സ്റ്റഡി ടൂർ പോലെ ഇങ്ങോട്ട് വന്ന ഫോട്ടോഗ്രാഫി എക്സസൈസിന് വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോ നിക്കണം ഇവിടെ ഒരാള്. തലേ ദിവസം ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ഇവിടെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ടൈമിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ വണ്ടി കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വിചാരിച്ചു, ഞാൻ വൈകിട്ട് വൈകുന്നേരമായി. ഞാൻ വിചാരിച്ചു ഇവിടെ പോയിട്ടുണ്ടാകുന്നേ. കാര്യം വണ്ടിയിൽ വിസ്മയ ബാഗ്സിന്റെ വണ്ടിയിൽ ടൂർ, മറ്റേ വിസ്മയ ബാഗ്സിന്റെ ഒരു ബസ് ഉണ്ട്. ആ ബസ്സിലാണ് ഇവർ ടൂർ പറഞ്ഞത്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ കുറെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഒരു ബസ് വരുന്നത് കേട്ട് നോക്കിയപ്പോൾ വിസ്മയ ബാഗ്സിന്റെ വണ്ടിയാണ്. പക്ഷെ ഇത്ര ഏക്കർ കണക്ക് സ്ഥലത്ത് നമ്മൾ എങ്ങനെ തപ്പാനാണ്? പക്ഷെ എന്നാലും ഞാൻ ഒന്ന് തപ്പിയാണ്. ഇറങ്ങിയപ്പോ അവിടെ ഒരു വലിയ പാറ ഉണ്ടല്ലോ. ആ പാറയുടെ മുകളിൽ ഇവര് പണ്ട് ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇതുപോലെ ഇത്രയും കോടമഞ്ഞുണ്ടായിരുന്നേ.
അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനായിരുന്നു അഖിലമ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഈ മഞ്ഞിൻ്റെ ധൈര്യത്തിൽ ഇവർ കുറച്ചൊരു കുറ്റിക്കാണ്ട സൈഡിൽ ചെന്ന് ഈ മലയുടെയൊക്കെ മണ്ടയിലിടും നിന്നങ്ങ് മൂത്രം ഒഴിച്ചു. പെട്ടെന്നൊരു കാറ്റ് വന്ന് മഞ്ഞങ്ങ് പോയി. മഞ്ഞ് പോയപ്പോഴത്തേക്കും ഞാനും അഖിലമ്പിയും കൂടെ മുട്ടക്കുന്നിൻ്റെ മുകളിൽ പിന്നെ ഇതൊക്കെ വ്ളോഗിലിട്ട് കുഴപ്പമുണ്ടാവും. അഖിലമ്പി ശപിക്കുന്നില്ല. അഖിലമ്പി തന്നെയാണോ? അഖിലമ്പി തന്നെ അതൊക്കെ ഒരു കാലം. പക്ഷെ നല്ല അവിടെ വിൽക്കട്ടോ, ഫോട്ടോ എടുത്ത് തരുമോ? പോ. നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഒരു സന്തോഷം. ഞാൻ ആദ്യം മുന്നിക്കാം. ഇവിടെ മറ്റേ അട്ടയുണ്ട് കേട്ടാ പേടിയില്ലേ നിനക്ക് അട്ടയൊന്നും? എനിക്ക് ഒന്നിനെയും പേടിയില്ല. ഒന്നിനെയും പേടി. എനിക്ക് പിന്നെയാണ് പേടി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ആളെ പേടിച്ചിട്ടില്ല. ഇതാണ് ഫോട്ടോ. ഇത് കാണുമ്പോൾ ഇത് പോയി, ഡാർക്കായി പോയി. ഒരു ഡാർക്കും ഇല്ല, കൊള്ളാം. ഫോണിൽ ഈ മൈക്ക് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് അങ്ങനെ വേണ്ട, ഫിക്സ് ചെയ്ത് വെക്കണ്ട, കൊണ്ട് കളയല്ലേ മക്കളെ. പിടിക്കേ. ഈ നോക്ക് ഗൈസ്, ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് കവർ അല്ലേ? നമുക്ക് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം ഗൈസ്. സോറി, നമ്മൾ വ്ളോഗിൽ നിന്നെടുത്ത് കളയും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ മാറുവേ, അപ്പം നല്ല രസമാണ്. ഇത് എടുത്തില്ലേ? എന്തിനാ പൂ പറിക്കുന്നത്? ബൊക്കെ ഉണ്ടാക്കാനാണോ? ഞാൻ എവിടെ പോയാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പിച്ചെടുത്തിട്ട് ഫോട്ടോ എടുക്കും. നൈസ് ബ്രോ. ഞാൻ എല്ലാം പിച്ച് കളയും. നല്ലത് അതിൽ ഫോട്ടോ എടുക്കും. ഓക്കെ, നീയാണല്ലോ. എന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. ഈ സാധനം വാ ഇങ്ങോട്ട്. ഇനി മേലെ അങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കില്ല. കൊള്ളാം, നല്ല ചന്തമുണ്ട്. അത് തന്നെ. ഡോണ്ട് ഷൗട്ട്. ഓക്കേ ഗായ്സ്, ആ മൈക്ക് നിനക്കുള്ള മൈക്കാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുപോകട്ടെ. എന്തെങ്കിലും ചെയ്യും. സത്യം പറയാൻ നമ്മളെ ഈ വ്ളോഗിലൊരു കിഴങ്ങും ഇല്ല. അതാണ് ഒരു കിഴങ്ങും. അയ്യോ, അങ്ങനെയല്ലോ തിരിച്ചത്. ഗൈസ്, നമ്മൾ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങ് അറ്റം വരെ നടന്നു വന്നത് ഇവിടുത്തെ വ്യൂ കാണാനാണ്. കണ്ടടി വ്യൂ ഇവിടുത്തെ? മൈക്ക് അവിടെ കളയല്ലേ മക്കളെ. അഴുക്കായി ഫുള്ള്. പിന്നെ നിന്റെ ഷൂ നോക്കാൻ കൊണ്ട് ഇത് കഴുകാൻ പറ്റുന്നതാണ്. ഇതും കഴുകാൻ പറ്റണമെന്ന്. ഇത് കഴുകിയ ചീത്താവും. എന്റെ ദൈവമേ, എന്റേതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നീ ഇടയ്ക്കിടയ്ക്ക് നല്ല വൈബാവുന്നു. എൻജോയ് ചെയ്യണം. ഷൂ പോയാൽ പോട്ടെ. പിന്നെ വെച്ചോണ്ടിരിക്കും. എനിക്കിഷ്ടമല്ല എന്റെ സാധനങ്ങളൊന്നും നശിക്കണം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്റെ സാധനങ്ങള് വേറെയുള്ള സാധനങ്ങൾ നശിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമമാണ്. അതെ, കുറച്ച് എയർകെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ദൂരെ കൊണ്ടുവച്ചാണ്. കൊള്ളൂല, അതുകൊണ്ട് ഞാൻ നിർത്തും. വ്ളോഗ് വരുമ്പോണ്ടല്ല എന്റേതാണ് ക്ലാസ് ആയിട്ടിരിക്കുന്നത്. നീ എന്തോന്നോ വലിച്ചു വാരിയിടും. ചാടി കുറിച്ചിട്ട് ഇവിടെ കണ്ടു ചെയ്യും. നിന്റെ അട്ടഹാസം. ഇവിടെ വന്നിട്ട് ഞാൻ നല്ലൊരു വ്യൂ കാണിച്ചു തരാം. ഹാപ്പി ആയിട്ട് പോണ്.
പോവാ. മാഗി കഴിക്കാം. സോറി ഗൈസ്, വർത്താനുള്ള ഒരു വ്യൂ ഉണ്ട്. ഇത്രയും സൂപ്പർ റിസൾട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറയുമ്പോൾ എന്ത് സൂപ്പറാണ് അല്ലേ? അതൊക്കെ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ അത് മതി. ഗൈസ്, നമ്മൾ പൊന്മുടിയിൽ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് ഒരു മാഗി ഉണ്ട്, അതും ചായ കുടിക്കാൻ കഴിച്ചു. അപ്പോൾ ഇവിടെ പയ്യന്മാർ ക്രിക്കറ്റ് കളിക്കണം, നല്ല അടിപൊളി രസമുണ്ട് ഈ സ്ഥലം കാണാൻ. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? ചൂടുണ്ട്, എനിക്ക് ആദ്യം വിശക്കണം. ഗൈസ്, എനിക്ക് ഇവർ കളിക്കുന്ന കാണുമ്പം ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു. ഞാൻ ഒന്ന് ക്രിക്കറ്റിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോയാലാന്ന് ആലോചിക്കുന്നുണ്ട്. എന്താണ് നിൻ്റെ അഭിപ്രായം? അവിടെ തീറ്റി അത് നോ ബോളാണ്. ഞാൻ നോ ബോൾ കൊടുത്തില്ലേ? ഉണ്ടായിരുന്നു പൊന്മുടി യാത്ര. എത്ര കൊള്ളാം? 100-ൽ എത്ര മാർക്ക് കൊടുക്കും? ഈ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇനി നമ്മളൊരു മാഗി, കയ്യിൽ പൈസ ഇല്ല, ഗൂഗിൾ പേ വർക്ക് ആവണില്ല, നെറ്റ്വർക്ക് ഇല്ല ഇവിടെ. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ കയ്യിൽ പൈസ എടുത്തിട്ട് ഇറങ്ങാം കേട്ടില്ലേ? എന്റെ അടുത്ത് നീ എടുത്താൽ മതി. എന്നെ ഓർമ്മിപ്പിക്കണമെന്ന്. എന്റെ പൈസ ഉണ്ട്, പക്ഷെ പൈസ ഇല്ല. നമ്മുടെ ബാക്ക് നോക്ക്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കോട ഇപ്പൊ ഇല്ല, അങ്ങോട്ട് പോയത്. നമുക്ക് നല്ല എഗ്ഗും ചേർത്തൊരു മാഗിയും കിട്ടി, ഒരു നല്ല ചായയും കിട്ടി. മാഗി കഴിച്ചില്ല, റൈറ്റ്, കഴിച്ചില്ല, കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. ഒരു കൈ തന്നു, താങ്ക് യു. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു? കാലൊക്കെ പോയി. ഓക്കെ, ബൈ പറ.